ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1170 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. എല്ലാ വൺ പീസ് വീഡിയോസിനും കട്ട സപ്പോർട്ട് തരുന്ന നമ്മുടെ ഫുൾ ബോയ് 10 എന്ന് പറയുന്ന സബ്സ്ക്രൈബർ റിസ്വാൻ ബ്രോ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനു MDZ2715 എന്ന് പറയുന്ന സബ്സ്ക്രൈബർ അനുർവിൻ ബ്രോയും 40 രൂപ നമുക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്റെ ഐശ്വര്യമാണ്, നീ എന്റെ ഭാഗ്യമാണ്. അടുത്തതായിട്ട് അമീൻ നൌഷാദ് 007 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വൈപ്പർ കിങ് ഗെയിമിംഗ് 3485 എന്ന് പറയുന്ന സബ്സ്ക്രൈബർ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ എൻ്റെ വീഡിയോസിനെല്ലാം ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. ഇപ്പോൾ നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. സോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ ഇനി നേരെ നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് അങ്ങ് കിടക്കാം. ചാപ്റ്ററിന്റെ കവർ പേജിൽ നമുക്ക് കിടിലൊരു ചിത്രമാണ് കിട്ടിയിരിക്കുന്നത്. ജിംബെ ഒരു ട്രെയിൻ സ്റ്റേഷൻ അറ്റൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു മീനിന്റെ ഷേപ്പ് ഒക്കെ ഉള്ള ട്രെയിനാണ്. പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് പാസഞ്ചേഴ്സിനൊക്കെ പാക്ക്ഡ് മീൽസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പാസഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൂഫി, സോറോ, സാഞ്ചി, ഉസോപ്പ്, ചോപ്പർ, റോബിന്, നാമി ഇവരുടെയൊക്കെ കുട്ടി വേർഷൻസ് ആണ്. സോ അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കവർ പേജ്. ചാപ്റ്റർ നോക്കിയാൽ ലോക്കി ജമ്പ് ചെയ്ത് മാറിയത് കൊണ്ട് റാഗ്നർ വന്ന് ദേഹത്ത് കൊണ്ടില്ല, അതൊരു തൂണില് ഇടിച്ച് നിൽക്കുന്നുണ്ട്. ലോക്കി ഇപ്പൊ ആകെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഏത് നായിന്റെ മോനാടാ അകത്തുനിന്ന് എന്റെ നേരെ ഹാമർ എറിഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ ചെറ്റേ. മുറിക്കകത്തെങ്ങും ആരും ഇല്ലല്ലോ. എന്തായാലും എനിക്ക് കഴിക്കാനുള്ള ഡബിൾ ഫ്രൂട്ട് ആ പെട്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തോ ക്രാക്ക് ആവുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് ലോക്കി നോക്കുമ്പോ റാഗ്നർ അവിടെ തറയിലിരിക്കുകയാണ്. ആ തറ ഇപ്പൊ പൊളിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പോ ലോക്കിക്ക് ആകെ അതിശയം. ഇതെന്താണിത്? ഈ പണ്ടാരത്തിന് ഇത്രയും ഭാരം ഉണ്ടോ എന്ന് ലോക്കി ചോദിക്കുന്നു. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഈ കൊട്ടാരം പൊളിഞ്ഞു പോകാനുള്ള അവസ്ഥയിലായോ എന്നൊക്കെ ലോക്കി ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ ആ തറ പൂർണ്ണമായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. ലോക്കി അവിടെ നിന്ന് ഇങ്ങനെ ചാടി മാറുകയാണ്. ഹരാൾഡ് ഇപ്പോ വീണ്ടും എഴുന്നേറ്റ് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ലോക്കി. നാഷണൽ ട്രഷർ എന്നറിയപ്പെടുന്ന ആ ഡബിൾ ഫ്രൂട്ട് അത് 100 വർഷമായിട്ട് ആരും കഴിച്ചിട്ടില്ല. കാരണം ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാൻ വെർത്തിയാണ് എന്ന് റാഗ്നറിന് തോന്നുന്ന ഒരാൾക്ക് മാത്രമേ അത് കഴിക്കാൻ പറ്റൂ. പക്ഷെ റാഗ്നർ ഇതുവരെയും ആരെയും അംഗീകരിച്ചിട്ടില്ല. ലോക്കിയെ ഇപ്പൊ റാഗ്നർ അവിടെ ഒക്കെ ഇട്ട് ഓടിക്കുകയാണ്. പുറകെ ഉണ്ട് ഇങ്ങനെ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഉള്ള പവേഴ്സ് വെച്ചിട്ട് റാഗ്നറിന്റെ അംഗീകാരം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഹരാൾഡ് പറയുന്നുണ്ട്. ഇപ്പോ ഹാക്കി കോട്ട് ചെയ്ത ഷാങ്സിന്റെ ആ വാളും ഗബാന്റെ ആ മഴവും നമുക്ക് കാണാം. അത് വെച്ചിപ്പോ അവർ ഹരാൾഡിനെ നല്ലൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാലൊക്കെ അരിഞ്ഞ് തള്ളുന്നുണ്ട് ഹരാൾഡിനിപ്പോ വേദന എടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് പുള്ളി ഇങ്ങനെ നോക്കുന്നു. ഗബാൻ ഇപ്പോൾ ഷാങ്സിനോട് പറയുന്നുണ്ട്, നമ്മൾ ഇപ്പൊ ചെയ്ത അറ്റാക്കില് യൂഷ്വൽ അറ്റാക്ക് പോലെ അല്ലാതെ നല്ല വേദന ഹരാൾഡിന് അനുഭവപ്പെടും. അതുമാത്രവുമല്ല, റീജനറേഷൻ പതുക്കെ ആവുകയും ചെയ്യും. ഇതേപോലെയുള്ള അറ്റാക്ക് തുടരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവരെ നിലംപരിശാക്കാൻ വരെ കഴിയും. ഇങ്ങനെ കോൺകൊറേഴ്സ് ഹാക്കി കോട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് ഇത്തരം ഹോളി നൈറ്റ്സിന്റെ വീക്ക്നെസ്. ഗബാൻ അപ്പോ എന്നെ തടയാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോ ഹരാൾഡ് ഇവർക്ക് രണ്ടുപേർക്കും നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗബാനും ഷാങ്സും ഇപ്പൊ രണ്ട് സൈഡിലേക്ക് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് ഗബാൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഇങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളെ ഞങ്ങൾ അങ്ങ് എന്തും ചെയ്യാൻ അഴിച്ചുവിടുമെന്ന് തോന്നുന്നുണ്ടോ? ഗബാൻ സാൻ, ഈ ഗോഡ് നൈറ്റ്സിന്റെ വീക്ക്നെസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നിപ്പോ ഷാങ്സ് ഗബാനോട് ചോദിക്കുന്നുണ്ട്. ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, അതോ മുൻപ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവന്മാർ കുറേ തവണ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് ഗോഡ് നൈറ്റ്സ് റോജർ പൈറൈറ്റ്സിന്റെ ആ ഷിപ്പിന് മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇവന്മാർ പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു ചുമന്ന തലമുടിയുള്ള കുഞ്ഞില്ലേ, മര്യാദയ്ക്ക് അതിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അത് ഞങ്ങളുടെ ക്യാപ്റ്റന്റെ മകനാണ്. ഇപ്പോ ഓരോ തവണ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴും അവന്മാരെ ഞാൻ കീറി 4 ആക്കി വിട്ടിട്ടുണ്ടെന്ന് ഗബാൻ പറയുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോഴാ ഹോളി ലാൻഡിൽ വെച്ച് ആ സോമേഴ്സ് എന്ന് പറഞ്ഞവനും എന്നോട് ഇങ്ങനത്തെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഷാങ്സ് പറയുന്നു. സോ ഗൈസ്, അപ്പൊ എൽബാഫിൽ ഗബാനെ കണ്ടപ്പോ സോമേഴ്സ് ഞെട്ടിയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. അതൊക്കെ ഒരു പഴയ കഥ എന്നിങ്ങനെ ഗബാൻ പറയുന്നുണ്ട്. എന്നാലും ഹോളി ലാൻഡിൽ ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പോലെയുള്ള പഴന്തൂറികളല്ലാതെ ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ സ്കില്ലുള്ള ടീം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും അങ്ങ് സർപ്രൈസ്ഡ് ആയി പോയി എന്ന് ഗബാൻ പറയുന്നു. ഷാങ്സ് ഇപ്പൊ പറയുന്നുണ്ട്, അവന്മാരാ മേളിൽ നിന്ന് താഴെ ഈ ലോകത്തിലേക്ക് അങ്ങനെ എപ്പോഴും ഇറങ്ങി വരാറില്ലല്ലോ. സ്വയം എന്തോ ദൈവങ്ങളാണെന്നാ തെണ്ടികളുടെ വിചാരം. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഹോളി നൈറ്റ് ആയിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നേനെ. ആലോചിക്കുമ്പോ തന്നെ എന്തോ പോലെ ആകെ തരിപ്പ് കയറുന്നു.
അതിനെയാണ് മോനെ വിധിയെന്ന് പറയുന്നതെന്ന് ഇപ്പൊ ഗവാൻ പറയുന്നുണ്ട്. ഹരാൾഡ് ഇപ്പോൾ വീണ്ടും ഇവർക്ക് നേരെ വരികയാണ്. വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവർ ഒഴിഞ്ഞു മാറുന്നു. കാൽ ഇതുവരെ റീജനറേറ്റ് ആയിട്ടില്ല, റീജനറേഷൻ പതുക്കെയാണ്. ഷാങ്സ് ഇപ്പൊ പറയുന്നുണ്ട്, ഗബാൻ സാൻ ഹരാൾഡിനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഗബാൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, പക്ഷെ നീ തന്നെയല്ലേ മുൻപ് എന്നോട് പറഞ്ഞത്, അതായത് ഒരാൾ ഗോഡ് നൈറ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ നാശം അവിടെ തുടങ്ങുമെന്ന്. സോ നമ്മളിപ്പോ ഒരുപാട് വൈകിപ്പോയി. ഇനി നമ്മളുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രതീക്ഷ ലോക്കിയാണ്. ഇപ്പോൾ റാഗ്നർ ലോക്കിയുടെ മുന്നിൽ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. വഴി മാറടാ പന്ന ചുറ്റിക എന്നിപ്പോ ലോക്കി റാഗ്നറിനോട് പറയുന്നുണ്ട്. റാഗ്നർ ആണെങ്കിൽ ഒരടി അനങ്ങാതെ അവിടെ ഇങ്ങനെ തറയിൽ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓ, അപ്പൊ നീ നാഷണൽ ട്രഷറിന്റെ കാവൽക്കാരനാണല്ലേ? പക്ഷെ എന്നാലും ഇത് വെറും ഒരു ചുറ്റികയല്ലേ, ഇതിനെ കൊണ്ട് എങ്ങനെയാ സ്വയം അനങ്ങാനൊക്കെ സാധിക്കുന്നേ എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് ലോക്കി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് റാഗ്നർ പിന്നെയും ലോക്കിക്ക് നേരെ വരുന്നു. ദേ പിന്നെയും വരുന്നു. ഇതെന്ത് പണ്ടാരാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ലോക്കി ഇപ്പൊ ആ കയ്യിലുള്ള ചുറ്റികയും പിടിച്ച് റാഗ്നറിനെ തടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് മതിയായി, നീ ഇവിടെ വെച്ച് നിർത്തിക്കോന്നും പറഞ്ഞ് ലോക്കി ഇപ്പൊ റാഗ്നറിനെ ആ ചുറ്റിക വെച്ച് അടിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ലോക്കിയുടെ ചുറ്റിക അവൻ കോൺകൊറേറ്റ്സ് ആക്കി വെച്ച് കോട്ട് ചെയ്തിട്ട് അടിക്കുന്നത് കേട്ടോ. ആ ക്ലാഷില് ലോക്കിയുടെ ചുറ്റിക ഇപ്പൊ തവിട് പൊടിയാവുന്നുണ്ട്. പണ്ടാരം, എന്റെ ചുറ്റിക പോയല്ലോ. പക്ഷെ അത് നല്ല ഏറ്റവും ഒരു അടിയായിരുന്നു. റാഗ്നറും തെറിച്ച് ദൂരെ പോയി വീഴുന്നുണ്ട്. റാഗ്നർ ഇപ്പോൾ പെട്ടെന്ന് ഒരിടത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് ഒരു അണ്ണാൻ കുഞ്ഞായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ആ കിട്ടിയ അടിയിൽ അണ്ണാന്റെ കണ്ണൊക്കെ ഇങ്ങനെ കിറങ്ങിയിരിക്കുകയാണ്. ഫുള്ളായിട്ട് ട്രാൻസ്ഫോം ആയിട്ടില്ല, തലയിൽ ഇപ്പോഴും ചുറ്റികയുടെ ആ ഒരു ഭാഗമുണ്ട്. അവിടെ ആ അടി കിട്ടിയതിന്റെ ഒരു മുഴയൊക്കെ കാണാം. ഇപ്പൊ ഇങ്ങനെ അടി കിട്ടിയതിൽ അണ്ണാനാകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഹരാൾഡ് ഇപ്പൊ അവിടെ വീണ്ടും പൂർവാധികം ശക്തിയിൽ വഴിയിന്ന് മാറടാന്ന് പറഞ്ഞ് ഗാർഡ്സിനെയൊക്കെ അടിച്ചു തെറിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എങ്ങനെയാ നമ്മളൊന്ന് അവസാനിപ്പിക്കുക എന്ന് ഷാങ്സി ചോദിക്കുന്നു. ഗബാൻ ഇപ്പൊ പറയുന്നുണ്ട്, ഹരാൾഡ് ഇവിടെ കോൺകൊറേറ്റ്സ് ആക്കി ഉപയോഗിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. എന്റെ കരിയറിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ആദ്യമായിട്ടാ. സോ ഇത് സെയിം ഗോഡ് വാലിയിലെ റോക്സ് വേഴ്സസ് റോജർ ഗാർപ്പ് പോലത്തെ ഫൈറ്റ് ആണ്. അവിടെ കിടക്കുന്ന ജാറിൽ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, സോൾജിയേഴ്സ് ഹരാൾഡിനെ പറ്റാവുന്ന അത്രയും സമയം തടഞ്ഞു നിർത്ത്, അവനെ ഒരിക്കലും ആ ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ അനുവദിക്കരുത്. ഇപ്പൊ നോക്കിയ ഹരാൾഡിന്റെ ദേഹത്തെല്ലാം കുന്തവും വാളും ഒക്കെ കുത്തിയിറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പുള്ളി ഗാർഡ്സിനെയൊക്കെ വെട്ടി അറിഞ്ഞ് മുന്നോട്ട് പോവാണ്. സോ ഇപ്പോൾ ലോക്കി വെറുത്തിയാണെന്ന് മനസ്സിലാക്കിയ റാഗ്നർ ആ ഡബിൾ ഫ്രൂട്ട് ചെസ്റ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. റാഗ്നർ ഇപ്പോൾ മൊത്തമായിട്ട് റണ്ണാനായിട്ട് ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. ലോക്കി ഇപ്പോൾ ആ ഡബിൾ ഫ്രൂട്ട് കഴിക്കുന്നുണ്ട്. ആ ഡബിൾ ഫ്രൂട്ടിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര ക്ലിയർ ഒന്നും അല്ല, കുറെ മുള്ളുകളൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. ആ ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇപ്പോൾ ലോക്കിയുടെ കയ്യിൽ നഖങ്ങൾ വളരുന്നുണ്ട്. വേറെ ഇങ്ങനെ മുള്ളുകൾ പോലെ എന്തൊക്കെ ഉയർന്നു വരുന്നത് കാണാം. ഈ ഡ്രാഗണുകളുടെ ഒക്കെ പുറത്തുള്ളത് പോലത്തെ സ്പൈക്സ് ആയിരിക്കാം, അറിയത്തില്ല. എന്തായാലും ഇപ്പൊ ലോക്കി കുറച്ചുകൂടി വലിയ എന്തോ ഒരു സാധനമായിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സിൽവറ്റ് ആണ് തന്നിരിക്കുന്നത്. ആ രൂപം എന്തായാലും അത് കണ്ടിട്ട് ഗാർഡ്സ് ഒക്കെ പേടിച്ചു വീഴുന്നുണ്ട്. അണ്ണാൻ കുഞ്ഞാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ട്. സന്തോഷം കാരണം അവൻ കരയാണ്. ലോക്കി എന്നിട്ട് ഇപ്പോ ഹരാൾഡിന്റെ അടുക്കലേക്ക് പോവാണ്. ഹരാൾഡ് ആണെങ്കിൽ അവിടെ ഗാർഡ്സിനെ എല്ലാം ഇങ്ങനെ കൊന്നു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കി അങ്ങോട്ടേക്ക് വന്നത് മനസ്സിലാക്കുന്ന ഹരാൾഡ് ചോദിക്കുന്നുണ്ട്, നീ ആ ഫ്രൂട്ട് കഴിച്ചു അല്ലേ ലോക്കി? അതിന്റെ ലെജൻഡറി പവർ എന്താണെന്ന് നീ എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ലോക്കിയുമായിട്ട് ഹരാൾഡ് ഫൈറ്റിന് പോകുന്നുണ്ട്. വമ്പം ഫൈറ്റ് ആണ്. ഹരാൾഡിനെയൊക്കെ ഇപ്പൊ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഹരാൾഡിന്റെ ബോഡിയൊക്കെ ഇങ്ങനെ ചെതറിയിരിക്കുന്നത് കാണാം. അത് റീജനറേറ്റ് ചെയ്തിട്ട് ഹരാൾഡ് വീണ്ടും ചെല്ലുന്നു, വീണ്ടും ഇടികൊണ്ട് മെഴുകുന്നു. ഇപ്പൊ ആ ലോക്കിയുടെ മോൺസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഹരാൾഡിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ഹരാൾഡിന്റെ തല അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ സിൽവറ്റ് കണ്ടപ്പോൾ ഇതിനോട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. അതായത് എൽബാഫിലെ ആ മ്യൂറൽ ഉണ്ടല്ലോ, അതിലെ ആ ഡ്രാഗൺ, അതിന്റെ രൂപം പോലെ ഇല്ലേ ഇത്? ആ കൊമ്പും ഒക്കെ നോക്കിക്കേ. സോ അക്കോർഡിംഗ് ടു നോർസ് മിത്തോളജി ഈഗ്ഡ്രസിൽ മരത്തിലെ ആ ഡ്രാഗൺ എന്ന് പറയുന്നത് നിദോഗ് ആണ്. സോ ഈ ഡബിൾ ഫ്രൂട്ടും നിദോഗിന്റെ മോഡൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പൊ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ലോക്കി അങ്ങനെ പഴയ ഒറിജിനൽ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ റാഗ്നർ ഉണ്ട്. ഇപ്പൊ അവൻ കോൺകൊറേറ്റ്സ് ആക്കി കോട്ട് ചെയ്തിട്ട് ഹരാൾഡിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോ കുറച്ചു നേരത്തേക്ക് മനസ്സിന്റെ നിയന്ത്രണം ഒന്ന് തിരിച്ചു പിടിച്ച ഹരാൾഡ് പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ലോക്കി, നിന്റെ ഉള്ളിലും ഒരു കോൺകൊററിന്റെ രക്തം ഒഴുകുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന ലോക്കി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ബോധം തിരിച്ചു വന്നല്ലോ, അപ്പോ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹരാൾഡ് ഇപ്പോൾ പറയുന്നുണ്ട്, അല്ല, ഇത് കുറച്ചു നേരത്തേക്കേ ഉണ്ടാവൂ. ഇത് കണ്ട് നിന്റെ മനസ്സ് വെറുതെ മാറ്റാൻ നിൽക്കരുത്. നിന്റെ ചുറ്റിനും ഒന്ന് നോക്ക്. ഈ കൊട്ടാരത്തിൽ ഞാൻ നീ ചെയ്തതൊക്കെ മാപ്പർഹിക്കാത്ത തെറ്റുകളാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. നിങ്ങളെ അത് കൺട്രോൾ ചെയ്യുകയായിരുന്നില്ലേ? അങ്ങനെയല്ല ലോക്കി, എന്റെ ചിന്തകളെ അത് സ്വാധീനിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഞാൻ സ്വയം ദൈവമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ നീ എന്നെ പോലെ ആവരുത്. എൽബാഫിനെ നന്നായി മുന്നോട്ട് നയിക്കണം. നിന്റെ ചേട്ടനും നീയും രണ്ടുപേരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം കേട്ടോ. ഇപ്പോൾ ഇവരുടെ ഈ ഫൈനൽ സംഭാഷണങ്ങൾ കേട്ടിട്ട് നമ്മളെപ്പോലെ തന്നെ ഷാങ്സും ഗബാനും ജാർലും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ലോക്കി ആണെങ്കിൽ ഇപ്പോൾ ഹരാൾഡ് പറഞ്ഞതെല്ലാം കേട്ടിട്ട് വിഷമത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര മോശം ആളാണ്, നിങ്ങൾക്കത് അറിയൂ. സ്വന്തം മോനെ കൊണ്ട് നിങ്ങളുടെ ജീവൻ എടുപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ.
ഏതച്ഛനാടോ ഈ ലോകത്ത് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം സ്വന്തം മകനെ കൊണ്ട് ചെയ്യിക്കുന്നത്? ഹരാൾഡ് ഇപ്പൊ പറയുന്നുണ്ട്, ഓ മറന്നു, അവസാനമായിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ലോക്കി. ഐഡയുടെ കാര്യത്തിൽ നീ ആ ചെയ്തതിന് എനിക്ക് നിന്നോട് വലിയൊരു നന്ദിയുണ്ട്. ആൽക്കഹോൾ വില്ലേജ് നീ കത്തിച്ചോന്ന് വെച്ച് ഐഡ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, എനിക്കതറിയാം. പക്ഷേ നീ അവളെ അത്ര സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാടാ. പെട്ടെന്നിപ്പോൾ ഹരാൾഡിന്റെ കയ്യിലെ ആ മാർക്കിന്, നമ്മുടെ ബെർസർക്കിലെ ഗഡ്സിന്റെ കഴുത്തിലെ ആ മാർക്കിന് ഇങ്ങനെ പവർ കയറില്ലേ, അതുപോലെ ആവുന്നുണ്ട്. ഹരാൾഡ് ഇപ്പോൾ പറയുന്നുണ്ട്, പെട്ടെന്നാകട്ടെ, വീണ്ടും അതെന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട പണി ചെയ്യിക്കുന്നതിന് നിങ്ങളോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലോക്കി റാഗ്നർ ഹരാൾഡിന് നേരെ വീശുന്നുണ്ട്. ഈ വിഷമവും ദേഷ്യവും ഒക്കെ ലോക്കിയുടെ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണെന്ന് നല്ലപോലെ അറിയാവുന്ന ഹരാൾഡ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഐ ലവ് യു ടു. സോ അതായിരിക്കാം ഈ ചാപ്റ്ററിന് കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നൊരു ടൈറ്റിൽ വന്നത്. സോ ഇപ്പോൾ അവിടെ വലിയൊരു ക്ലാഷ് തന്നെ നടന്നിട്ടുണ്ട്. ലാസ്റ്റ് പാനൽ നോക്കിക്കഴിഞ്ഞാൽ റാഗ്നറിൽ ഗോൺകൊറേഴ്സ് ആക്കി കോട്ട് ചെയ്തിട്ട് ഹരാൾഡിനെ ഒരു വലിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ലോക്കി. ആ ഇടിമിന്നലിന്റെ അറ്റാക്കും ഇതും എല്ലാം കൂടെ ആയിട്ട് ഹരാൾഡിന്റെ ബോഡി ചിതറി തെറിച്ചു പോകുന്നുണ്ട്. ലോക്കി ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹരാൾഡ് പറയുന്നുണ്ട്, മോനെ ലോക്കി, ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ എൽബാഫിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം ഓർത്ത് പൊട്ടിക്കരയുന്ന ലോക്കിയെയും മരിച്ചു കിടക്കുന്ന ഹരാൾഡിനെയും കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഒന്നും പറയാനില്ല, കിടലിനൊരു ചാപ്റ്റർ ആയിരുന്നു. കുറെ ഇമോഷണൽ മൊമെന്റ്സ്, ഹൈ മൊമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച എന്തായാലും ബ്രേക്ക് ഇല്ല. സോ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.